ഐക്യവേദിയുടെ നേതൃത്വത്തിൽ നായർ നേതൃസംഗമം സംഘടിപ്പിക്കുന്നു. ഇടത് സർക്കാരിന്റെ മുന്നോക്ക വിരുദ്ധ നിലപാടുകൾക്കെതിരെയും NSSന്റെ സമുദായ വിരുദ്ധ നിലപാടുകൾക്കെതിരെയുമാണ് സംഗമം. നവംബർ 9 ആലപ്പുഴ വള്ളിക്കുന്നം വിദ്യാധിരാജപുരത്ത് നടക്കുന്ന സംഗമത്തിൽ കേരളത്തിനകത്തും പുറത്തുമുള്ള നായർ സംഘടനാ പ്രതിനിധികൾ പങ്കെടുക്കും. 60% വരുന്ന ദരിദ്ര നായർ കുടുംബങ്ങളോട് സർക്കാർ നീതി പുലർത്തുന്നില്ല എന്നും അവഗണനയ്ക്കെതിരെ NSS നേതൃത്വം മൗനം പാലിക്കുകയാണെന്നും ഐക്യവേദി പറയുന്നു. ജസ്റ്റിസ് ഹരിഹരൻ നായർ കമ്മീഷൻ റിപ്പോർട്ട് അടിയന്തരമായി നടപ്പിലാക്കണമെന്നും ആവശ്യമുണ്ട്. കൊല്ലം പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സ്വാഗത സംഘം ചെയർമാൻ TD വിജയൻ നായർ, ജനറൽ കൺവീനർ P ചന്ദ്രശേഖരൻ നായർ, കൺവീനർമാരായ താരാനാഥ്, ശ്യാംനാഥ് തുടങ്ങിയവർ പങ്കെടുത്തു. കേരളത്തിലെ നായർ സമുദായം ഇന്നെല്ലാ തലത്തിലും സർക്കാരിൽ നിന്ന് കടുത്ത അവഗണന നേരിടുന്നു. ഭാരതത്തിന്റെ ഭരണഘടന എല്ലാവർക്കും തുല്യനീതിയാണ് ഉറപ്പാക്കുന്നത്, വാഗ്ദാനമല്ല ഉറപ്പ് നൽകുന്നത്. എന്നാൽ ഈ തുല്യനീതി കേരളത്തിലെ നായർ ഉൾപ്പെടെയുള്ള ഏതാണ്ട് 186ഓളം വരുന്ന മുന്നോക്കം എന്ന് പറയുന്ന പിന്നോക്ക വിഭാഗത്തിന് കിട്ടുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഞങ്ങളുടെ പഠനത്തിൽ നായർ സമുദായത്തിലെ ഏതാണ്ട് 60%-ലധികം കുടുംബങ്ങൾ പരമദരിദ്രാവസ്ഥയിൽ ജീവിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇത് രാജഭരണകാലമല്ല, ജനാധിപത്യമാണ്. നായർ സമുദായത്തിന്റെ കൂടി വോട്ട് വാങ്ങി അധികാരത്തിലെത്തുന്ന സർക്കാർ അതേതായാലും ഈ സമുദായത്തിനൊരു പരിഗണനയും നൽകുന്നില്ല.